ദുബായിൽ വിൻ്റർ ടൈമിങ്ങിൽ ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് കാണിക്കട്ടെ. ഇതൊരു ഫ്രണ്ട്സും ഫാമിലിയൊക്കെ കൂടെ പോയൊരു ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7:30 ആയി ഈവനിങ്. കുറച്ച് ലേറ്റായിപ്പോയി. ഈ പ്ലേസിൻ്റെ പേരാണ് അൽ ഖുദ്ര ലവ് ലേക്ക്. എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ ഫുൾ ക്വയറ്റായിട്ടുള്ളൊരു ഡെസേർട്ട് പോലുള്ളൊരു പ്ലേസാണിത്. പിന്നെ അവിടുന്ന് ഒരു 7 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ മെയിൻ ഏരിയ എത്തുന്നത്. അവിടെ ഒരു ചെറിയ കഫറ്റീരിയ ഉണ്ട്. നല്ല തണുപ്പിൽ ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ട്. ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അതിനുശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്. ഈ ലേക്കും ക്യാമ്പിങ് ചെയ്യാൻ പറ്റുന്ന ഏരിയയൊക്കെ കാണുന്നത്. അപ്പം തന്നെ ഞങ്ങൾ അവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ളതും റെഡിയാക്കി. ഈ ക്യാമ്പിങ് ഞങ്ങളൊരു 1 വീക്ക് മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ തന്നെ കുറച്ച് പേര് വരുന്നില്ല എന്നുള്ളൊരു മൈൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു ഇത് പോകാമെന്ന്. അപ്പോൾ ഫുഡൊന്നും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഷോപ്പിൽ നിന്നാണ് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40-45 മിനിറ്റ്സിനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ടായിരുന്നു. അവിടെ ബെഞ്ചൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം ഇരുന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നത്. ഇപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ആയിട്ടുള്ള ബ്ലാങ്കറ്റോ സ്വെറ്റേഴ്സോ ഒന്നുമില്ലായിരുന്നു. നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാനും കഴിഞ്ഞില്ല. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വ്യൂ കണ്ടത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന് ചുറ്റിനും ലേക്കാണ്. ലേക്കെന്ന് പറയുമ്പോൾ ഒത്തിരി ആഴമുള്ള ലേക്കൊന്നും അല്ല. ഇത് നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ചെറിയ ചെറിയ മീനുകളും ഉണ്ട്. പിന്നെ ഈ ലവ് ലേക്കിലോട്ട് വരാൻ എൻട്രൻസ് ഫീ ഒന്നും അവർ ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണിത്.